നമ്മുടെ നാട് ഏതായാലും ഇലക്ഷൻ ചൂടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കാണാൻ പറ്റുന്ന ചില കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ചില റോഡുകളൊക്കെ വൃത്തിയാകുന്നു, പെട്ടെന്ന് പാലങ്ങൾ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതിവേഗം വികസനങ്ങൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ 2 മാസം കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസ് കൂട്ടുന്നു, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കുറച്ചുകൂടെ മോടി പിടിപ്പിക്കുന്നു. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ അങ്ങോട്ട് വരുമല്ലേ, ഇലക്ഷൻ അങ്ങോട്ട് വരുമ്പം അതിപ്പോൾ ഏത് ഗവൺമെൻറ് ആയാലും, കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ BJP ആരായാലും ഇതവരുടെ ഒരു ട്രിക്കാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതുവരെ 4 കൊല്ലം നമ്മൾ കട്ടറിൽ കൂടെ വണ്ടി ഓടിച്ച് നമ്മുടെ വണ്ടി പോവും, നമ്മൾ കാശ് കൊടുത്ത് വണ്ടി എടുക്കുന്നു, അതും ഏറ്റവും മോശപ്പെട്ട റോഡിൽ കൂടെ ഓടിച്ച് നമ്മുടെ വണ്ടിക്ക് പണിയാവുന്നു. അത് പണിയുന്ന എപ്പോഴാണ്? നമ്മൾ ഈ 4 കൊല്ലം ഈ സെയിം അവസ്ഥ വേണം ഓടിക്കാൻ. ലാസ്റ്റ് ഇവർ ഇറങ്ങാറാകുമ്പോഴത്തേക്ക് നമുക്ക് റോഡ് പണിത് തരും. ഇനി ഏതെങ്കിലും ഒരു പാലത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസും കാണത്തില്ല. ഈ പാലം പണിയുന്ന എപ്പോഴായിരിക്കും എന്നറിയോ? ഇലക്ഷന് കുറച്ച് ദിവസം മുമ്പ്. കാരണം ഇലക്ഷൻ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് ബാനർ ഒട്ടിക്കണമല്ലോ, ഇന്ന റോഡിന് ഇത്ര തുക അനുവദിച്ച ഇന്ന ആളുകൾക്ക് അഭിനന്ദനങ്ങൾ, അല്ലെങ്കിൽ ഇന്ന പാലം പണിയാൻ വേണ്ടി ഇത്ര തുക അനുവദിച്ച ആളുകൾക്ക് അഭിനന്ദനങ്ങൾ. ശരിക്കും നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ടോ? അതിദാരിദ്ര്യമുക്തമായിട്ട് നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് ഇപ്പോഴും ചോരുന്ന കുടിലിൽ കിടക്കുന്ന വീടുകളുണ്ട്. എത്രയോ പോക്കറ്റ് റോഡുകൾ ഇപ്പോഴും യാത്രാ സൗകര്യത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്നു. ഇതൊന്നും കാണുന്നുമില്ല, യാതൊന്നും സംസാരിക്കുന്നുമില്ല. പെട്ടെന്ന് എന്തൊക്കെയോ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു കണക്കുകൾ വന്നു, കേരളം അതിദാരിദ്ര്യ വിമുക്തമായി. വിമുക്തമല്ല, മുക്തമായി. ഓക്കെ, ഇതെങ്ങനെയാവുന്നത്? നിസ്സാരം. എല്ലാത്തിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഒരു പണിയും തീർന്നിട്ടില്ല. പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലും പുതിയ പാലം പണിയുന്നുണ്ട്, കോഴഞ്ചേരിയിലും പുതിയ പാലം പണിയുന്നുണ്ട്. എന്നാൽ ഇതിന് തുക അനുവദിച്ചെന്നല്ലാതെ ഈ 2 പാലത്തിൻ്റെയും പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. വികസനത്തിൻ്റെ പേരിൽ ഒരു കൂട്ടം ജനങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴത്തേക്ക് മറുവശത്ത് പട്ടയമില്ലാതെ കിടക്കുന്ന, പട്ടയമില്ലാതെ ജീവിക്കുന്ന, അവരുടെ സ്വന്തം സ്ഥലത്തിന് വേണ്ടി യാതൊരു അവകാശവും ഉന്നയിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം ജനങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഒരു പറ്റിക്കപ്പെടിച്ചുണ്ട്, പട്ടയമേളയെന്ന് പറഞ്ഞ് ഒരു യഥാർത്ഥ പറ്റീര് നടക്കുന്നുണ്ട്. അപ്പോൾ ടൗൺ ഏരിയയിൽ കിടക്കുന്നവരെ പറ്റിക്കാമല്ലോ. പിന്നെ പത്രത്തിൽ എന്തെന്നില്ലാത്ത വാർത്തകളും. മനുഷ്യനല്ലേ പുള്ളേ, വികാരമില്ലെന്ന് ചോദിക്കുന്നത് പോലാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ. കാരണം പെണ്ണുങ്ങളെ കണ്ടാൽ അല്ലെങ്കിൽ സ്ത്രീകളെ കണ്ടാലൊന്നും പീഡിപ്പിക്കാതിരിക്കാൻ തോന്നുകയല്ലോ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എല്ലാവർക്കുമുണ്ട് ആ കാര്യത്തിലൊരു ട്രോഫി. എല്ലാവരെയും അല്ല പറയുന്നത്. ഇവിടെ നിന്നെങ്കിലും ഫണ്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവനവനാവശ്യമുള്ളത് കൈവിട്ട് വാരിയിട്ട് അതിൻ്റെ ബാക്കി തുകയ്ക്ക് വികസനം നടത്തുന്ന സർക്കാരായി മാറിയോ എന്നൊരു സംശയമുണ്ട്. ഇനി രാഷ്ട്രീയ പാർട്ടികളെ നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത്, വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യണം എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പിൻവാതിൽ നിയമനവും തട്ടിപ്പും കൊള്ളക്കാരും എല്ലാമായി പോയിരിക്കുക ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ഇത്തവണത്തെ ഇലക്ഷൻ എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നതായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇലക്ഷൻ്റെ ടൈം മാറ്റിയിട്ട് 1 ഇയർ ആക്കണം ഇവരുടെ പീരീഡ് ഓഫ് ടൈം. അങ്ങനെയാണെങ്കിലോ വർഷത്തിൽ എല്ലാ വർഷവും ഇങ്ങനെ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇലക്ഷനെ പേടിച്ച് എല്ലാവരും റോഡ് വൃത്തിയാക്കി തരുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യം സാധിക്കാനുണ്ടെങ്കിലും ഈ വർഷത്തിലൊരിക്കൽ ഇലക്ഷനാക്കിയാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.